കോഴിക്കോട് കോർപ്പറേഷനിൽ മേയറെ തെരഞ്ഞെടുക്കാനുള്ള തിരക്കിട്ട നീക്കം നടത്തുകയാണ് LDF. 5 പേരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. അന്തിമ തീരുമാനം CPIM സംസ്ഥാന കമ്മിറ്റി എടുക്കും. അതേസമയം തന്നെ തോൽപ്പിക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കുമെന്ന് പരാജയപ്പെട്ട LDF മേയർ സ്ഥാനാർത്ഥി മുസാഫർ അഹമ്മദ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. പൊതുവിലുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ പരിശോധിച്ച് ജില്ലയിലും പരിശോധിച്ച് മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതിനടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ഭരണത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന അതിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പോലെ എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ജാഗ്രതയോടെ ശക്തമായി കൂടുതൽ ജനങ്ങളിലേക്ക് കടന്നു പോകാൻ ആവശ്യമായ തരത്തിലേക്ക് ഈ അവസരത്തെ വിനയത്തോടുകൂടി LDF ഏറ്റെടുത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് LDFന്റെ കാഴ്ചപ്പാട്. പൊതുവിലുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ പരിശോധിച്ച് ജില്ലയിലും പരിശോധിച്ച് മാറ്റങ്ങളും തിരുത്തലുകളും വരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതിനടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ ഭരണത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന അതിന്റെ തുടർച്ച എന്നുള്ള നിലക്ക് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ പോലെ എല്ലാ സംവിധാനങ്ങളും കൂടുതൽ ജാഗ്രതയോടെ ശക്തമായി കൂടുതൽ ജനങ്ങളിലേക്ക് കടന്നു പോകാൻ ആവശ്യമായ തരത്തിലേക്ക് ഈ അവസരത്തെ വിനയത്തോടുകൂടി LDF ഏറ്റെടുത്ത് ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് LDFന്റെ കാഴ്ചപ്പാട്. അഭിലാഷ് 5 പേർ ആരൊക്കെയാണ്? യുവനിരയൊക്കെ ഉണ്ട്, പ്രത്യേകിച്ച് സന്ദേശിന്റെ പേരൊക്കെ കാണുന്നു അതിൽ. അപ്പോൾ യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കാനുള്ള ഒരു ശ്രമം മേയർ സ്ഥാനാർത്ഥി ഇതിലിപ്പോൾ ഒരു മേയർ സ്ഥാനാർത്ഥിയുടെ പരാജയമൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. മുസാഫർ അഹമ്മദ് പറയുന്ന വാക്കുകൾ തന്നെ കേൾക്കുകയായിരുന്നു. ഇതിൽ ആരായിരിക്കും മേയർ കോഴിക്കോട്? പ്രതീക്ഷിച്ച വിജയം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് LDF നേതൃത്വം പറയുന്നത്. അതോടൊപ്പം തന്നെ അതിൽ വലിയ തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായി എന്നുള്ള വിലയിരുത്തലും LDFന്റെ ഭാഗത്തും പ്രത്യേകിച്ച് CPIMന്റെ ഭാഗത്തും ഉണ്ടാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ചരിത്രത്തിൽ ആദ്യമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലും വിചാരിച്ചത്ര നിലയിലുള്ള ഒരു വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത കൂടി നിലനിൽക്കുന്നുണ്ട്. ഭരണം നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും കേവലമായ ഭൂരിപക്ഷം പോലും നേടാൻ കഴിയാത്ത ഒരു പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ CPM പോകുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് ജില്ലാ സെക്രട്ടറി യോഗം ചേരുകയും ഈ കാര്യങ്ങളൊക്കെ പരാജയ കാരണങ്ങളൊക്കെ വിശദമായി പരിശോധിക്കുകയും ചെയ്ത് ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള റിപ്പോർട്ടിംഗ് ആദ്യഘട്ടത്തിൽ നടന്നു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം സംഭവിച്ചിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് ഇടതുപക്ഷം ഇപ്പോൾ ഉള്ളത്. അതായത് കൊടിയത്തൂർ, മുക്കം തുടങ്ങിയ മേഖലകളിൽ, അതായത് വെൽഫെയർ പാർട്ടിക്ക് സാന്നിധ്യമുള്ള ആ മേഖലകളിലൊന്നും ഇത്തരത്തിൽ അവരുടെ ഏകീകരണം നടന്നിട്ടില്ല. അതോടൊപ്പം തന്നെ അവിടെ LDFന് മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. അതേസമയത്ത് കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ 35 സീറ്റുകൾ മാത്രമാണുള്ളത്. 39 സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിന് വേണം. ഈ കുറഞ്ഞ സീറ്റുകൾ വെക്കുമ്പോൾ അവിടെ മേയർ സ്ഥാനാർത്ഥിയായി കണ്ടെത്തുന്ന ആൾ കൃത്യമായി നല്ല ബോധ്യമുള്ള അല്ലെങ്കിൽ നയതന്ത്രത്തോടു കൂടി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവായിരിക്കണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഇപ്പോൾ CPM നേതൃത്വമുള്ളത്. ഏതായാലും ഇന്നിപ്പോൾ 5 പേരുടെ പട്ടികയാണ് ഇപ്പോൾ CPM നേതൃത്വത്തിന് മുന്നിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഉദയമംഗലത്ത് സദാശിവൻ, K രാജീവൻ, S ജയശ്രീ, C സന്ദേശ്, ആദം മാലിക് എന്നീ 5 പേരെയാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. ഇതിൽ പ്രധാനമായും ഉദയമംഗലത്ത് സദാശിവൻ, K രാജീവൻ എന്നീ 2 പേരിലേക്ക് ചുരുങ്ങുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവരിൽ ആരെങ്കിലും ഒന്നായിരിക്കും മേയർ സ്ഥാനത്തേക്ക് വരിക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ S ജയശ്രീ ആയിരിക്കും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വരിക എന്നുള്ള അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. കാരണം ജയശ്രീയുടെ പേര് കഴിഞ്ഞ പ്രാവശ്യവും പരിഗണിച്ചിരുന്നു മേയർ സ്ഥാനത്തേക്ക്. പക്ഷേ ചില കാരണങ്ങളാൽ അവരെ മേയറാക്കാൻ കഴിഞ്ഞില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അവർ മത്സരിക്കുകയും ഇപ്പോൾ മേയർ സ്ഥാനത്തേക്കും അതോടൊപ്പം തന്നെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കൊക്കെ അവരുടെ പേരുകൾ കൂടി ഉയർന്നു വരികയും ചെയ്യുന്നത്. ഏതായാലും ഇക്കാര്യങ്ങളൊക്കെ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന നേതൃത്വമാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെ തീരുമാനത്തിനനുസരിച്ചായിരിക്കും ഇവിടെയും ഒരു തീരുമാനമുണ്ടാകുക. അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ അംഗങ്ങളുടെ ഒരു യോഗം കൂടി വിളിച്ചു ചേർക്കും. അവരുടെ താല്പര്യം കൂടി എന്താണെന്ന് മനസ്സിലാക്കിയതിനു ശേഷമാകും അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടക്കുക. സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി തീരുമാനം അറിഞ്ഞ ഒരു കൃത്യമായ തീരുമാനത്തിലെത്തും. ഈ 5 പേരിൽ തന്നെ 3 മുതിർന്നവരും ഈ ആദം മാലിക്കും സന്ദേശും ഒക്കെ യുവാക്കളാണ്. അപ്പോൾ പാർട്ടി യുവാക്കൾക്ക് പ്രാതിനിധ്യം കൊടുക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം ആര്യ രാജേന്ദ്രനെയൊക്കെ തിരുവനന്തപുരത്ത് മേയറായി കൊണ്ടുവന്നപ്പോൾ ആര്യയുടെ പ്രായം തന്നെയായിരുന്നു ഏറ്റവും വലിയ ചർച്ച. അപ്പോൾ ഇക്കുറി കോഴിക്കോട് അങ്ങനെ സംഭവിക്കുമോ? ഈ 2 പേരിൽ ഒരാളെ നിർത്തുമോ? അതോ ഇനിയിപ്പോൾ കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് മുതിർന്നവരിൽ 3 പേരിൽ 2 പേർക്കാണ്. അവർ തന്നെയാകുമോ? സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കോഴിക്കോട് മേയർ ആരായിരിക്കുമെന്ന് നമുക്ക് ദിവസങ്ങൾക്കകം തന്നെ അറിയാം. കൊച്ചിയിലേക്ക്